നമസ്കാരം. AP സമസ്തയുടെ നേതാവും AP അബൂബക്കർ മുസ്ലിയാരുടെ മകനുമായ അബ്ദുൽ ഹക്കീം അസ്ഹരി ഇറാനിലെ അമേരിക്കൻ അധിനിവേശത്തെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇറാൻ അയൽ രാജ്യങ്ങളെ ചൊറിയാൻ പോയത് കൊണ്ടല്ലേ ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ചുരുക്കം. അദ്ദേഹത്തോട് ഞാൻ വിനീതമായി ചോദിക്കട്ടെ, ഇറാൻ ഏത് അയൽ രാജ്യത്തെയാണ് ചൊറിയാൻ പോയത്? ഏത് അയൽ രാജ്യത്താണ് ഇറാൻ കടന്നാക്രമണം നടത്തിയിട്ടുള്ളത്? ഇദ്ദേഹം ആസ്ഥാനത്ത് വന്ന് ഈ പ്രസ്താവന നടത്തുമ്പോൾ ഇതിനു മുമ്പ് ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന നിലയിൽ പല കാര്യങ്ങളിലും പ്രസ്താവനകൾ നടത്തേണ്ട സന്ദർഭങ്ങളിലൊന്നും അല്ലെങ്കിൽ മറുപടി പറയേണ്ട സന്ദർഭങ്ങളിലൊന്നും ഇദ്ദേഹമോ ഇദ്ദേഹത്തിന്റെ പിതാവോ ഒരു മറുപടിയും പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. നമുക്കറിയാം, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഇറാനിലേക്ക് എന്നോ അവർ അണുവായുധം നിർമ്മിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമേരിക്കയും ഇസ്രായേലും അധിനിവേശം നടത്താൻ ശ്രമിച്ചത്. ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ 170ഓളം പിഞ്ചു മക്കളെയാണ് അമേരിക്ക ബലി കൊടുത്തത്. അതിനുശേഷം ശക്തമായ തിരിച്ചടികൾ ഇറാനിൽ നിന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായി എന്നത് സത്യമാണ്. ഇറാനിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും ഇസ്രായേലിൽ അതിലേറെ നാശനഷ്ടമുണ്ടായി എന്നത് മനുഷ്യത്വമുള്ള മനസ്സാക്ഷിയുള്ള മുഴുവൻ ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ പോലുള്ളവർ അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്താങ്ങുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരുപക്ഷെ ഇസ്രായേലിനെയും അമേരിക്കയെയും പിന്താങ്ങുന്നത് വഴി ഇന്ത്യയിലെ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരിക്കാം ഇവരുടെയൊക്കെ പിന്നിലുള്ളത്. ഇദ്ദേഹത്തെ പോലെ തന്നെയാണ് വിസ്ഡം മുജാഹിദീങ്ങളുടെയും അവസ്ഥ. അവർ പറയുന്നത് ഇറാനിലെ ജനങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ല, ഷിയാക്കളാണ് എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് ഒരു അനീതി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അധിനിവേശം നടക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്നവർ ജാതി നോക്കിയാണോ നമ്മൾ ആക്രമിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കേണ്ടത്? ജാതിയുടെ പേരിൽ അക്രമിയുടെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് കഴിയുമോ? ഒരു മുസ്ലിമിന് കഴിയുമോ എന്ന് നിങ്ങൾ മറുപടി പറയുക. ഈ ഇറാനിൽ നടക്കുന്ന ഈ അതിക്രമങ്ങളെ ലോകത്തെ മനസാക്ഷിയുള്ള മുഴുവൻ രാജ്യങ്ങളും മുഴുവൻ ജനങ്ങളും അപലപിക്കുകയും അതിനെ പിന്തള്ളുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയെ നിശിതമായി വിമർശിച്ച പല രാജ്യങ്ങളുമുണ്ട്. അവരൊന്നും ഇസ്ലാമിക രാജ്യങ്ങളായിരുന്നില്ല. ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, രാജാക്കന്മാർ ഉണ്ണും ഉറങ്ങി അമേരിക്കയ്ക്ക് ഓശാന പാടിക്കൊണ്ട് കഴിയുമ്പോൾ ഈ രാജ്യത്തെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചത് മറ്റു പല രാജ്യങ്ങളുമാണ്. പക്ഷേ ഇന്ത്യയിലെ ഭരണകൂടം നിശബ്ദമായി നിൽക്കുന്നു. അത് സംഘപരിവാർ ആയതുകൊണ്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തിയാലാണ് ഇവരുടെയൊക്കെ സമ്പത്തിന് സംരക്ഷണം ഉണ്ടാകൂ, അല്ലെങ്കിൽ ഇവർക്ക് വിദേശത്ത് നിന്നും വരുന്ന സമ്പത്തുകൾ നിലയ്ക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് അല്ലേ ഇത് എന്ന് നാം മനസ്സിലാക്കി. മുമ്പ് സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളും ചേർന്ന് യമനിൽ കടന്നാക്രമണം നടത്തുകയും ആയിരക്കണക്കിന് യമനികളെ കൊല്ലുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ഒന്നും നാവ് അനക്കി നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ UAE സുഡാനിൽ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെയും ഇദ്ദേഹം ശബ്ദിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തുകയും ഒരു ഹോസ്പിറ്റലിൽ 500-ൽ പരം അഫ്ഗാനികളെ കൊന്നൊടുക്കുകയും ചെയ്തത്. ഇതിനെതിരെയും ഇദ്ദേഹം ശബ്ദിച്ച് നമ്മൾ കണ്ടില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം ഇതിനു മുമ്പ് ശക്തമായ ഒരു പ്രസ്താവന നടത്തിയത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഗുജറാത്തിലെ ജനങ്ങൾ പള്ളിയിൽ പോകുന്നവരല്ല, നിസ്കരിക്കുന്നവരല്ല, അതുകൊണ്ടാണ് അവരെ കൊല ചെയ്യപ്പെട്ടത് എന്നാണ്. ഇത്രയും നിർദിഷ്ടമായ പ്രസ്താവനകൾ നടത്തി എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? മതപണ്ഡിതന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്ന ഇവരെയൊക്കെ ജനങ്ങളും മുസ്ലിം സമുദായവും തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ളവർ മനസ്സിലാക്കുക, ഈ ലോകത്ത് അക്രമവും അനീതിയും അതുപോലെ കടന്നുകയറ്റവും നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഈ ലോകത്തെ മനസ്സാക്ഷിയും മനുഷ്യത്വവുമുള്ള മനുഷ്യർ അതെല്ലാ രാജ്യത്തും ഉണ്ടാകും. അത് കുറച്ച് സംഘികളല്ല, കൃസംഘികളല്ല, അല്ലാത്ത
മനുഷ്യത്വവും മനസ്സാക്ഷിയുമുള്ള ജനങ്ങൾ ഈ ലോകത്തിൻ്റെ എല്ലാ കോണിലും ഉണ്ടാകുമെന്ന് നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്.